ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുള്ളത്, കുറച്ച് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തു, നെഗറ്റീവ് എനർജി അവരുടെ വീട്ടിലും അവരിലുമുള്ളതുപോലെ ഫീൽ ചെയ്യുന്നു, എങ്ങനെ നമുക്കത് റിമൂവ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, ശുദ്ധമായ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കണ്ടോ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ചിങ്ങനെ വാരിയിടുക, കൗണ്ട് ചെയ്യാൻ പാടില്ല, ഇടുക. ഇത് നിങ്ങളുടെ ലിവിങ് ഹാളിലും നിങ്ങൾ കിടക്കുന്ന മുറിയിലും നിങ്ങൾക്ക് വെക്കാം, റൂമിലും വെക്കാം. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ ഒരു സമയത്ത് തന്നെ എടുത്തിട്ട് അത് കളയാൻ ശ്രമിക്കുക. മറ്റുള്ളവർ ചവിട്ടാത്ത ഒരു പ്ലേസിൽ കൊണ്ട് ഒഴിച്ച് കളയാം കേട്ടോ. അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് ചെയ്യാം. നമ്മളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി റിമൂവ് ആയി പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ശരീരമാകെ വേദന, എന്തോ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു എന്നൊക്കെ തോന്നാം. അപ്പോൾ നിങ്ങൾ മേല് കഴുകുമല്ലോ, അപ്പോൾ അതിൽ ഒരു കഷ്ണം, ഒരു പീസ് കല്ലുപ്പിടുക, ഇതുപോലെ തന്നെ കുളിക്കാം. അപ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള മറ്റുള്ളവരാൽ കണ്ണേറ് കിട്ടാൻ പറയില്ലേ, അങ്ങനെയുള്ള എനർജീസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാനായിട്ട് സാധിക്കും. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് പോകുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജിയല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ റീഡിംഗ് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, അല്ലാത്തവർക്ക് വിട്ടുകളയാം. ഇന്ന് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് നോക്കാം. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ലൈഫിലേക്കുള്ള കാർഡ്സ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ കാർഡ് എടുക്കാൻ പോവാണ്. ഏസ് ഓഫ് പെൻഡക്കിളാണ് കിട്ടിയിട്ടുള്ള കാർഡ്. നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പ്ലാനിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ എടുക്കുന്നുണ്ട്, ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്യൂച്ചറാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. ഈ സ്വപ്നം എന്ന് പറയുന്നത് വേറൊരു സ്വപ്നമല്ല, നിങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്ന, നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്വപ്നമാണ്. നിങ്ങളുടെ അഫർമേഷനിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഭദ്രമാക്കുക എന്നാണ്. അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒത്തിരി പേരുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അംബീഷൻ ഫോളോ ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞു എന്നാണ് കാർഡ്സ് പറയുന്നത്. ഇതിലൂടെ നിങ്ങളിലേക്ക് പ്രോസ്പെരിറ്റി തന്നെയാണ് യൂണിവേഴ്സ് ആദ്യത്തെ കാർഡിലൂടെ കാണിച്ചു തരുന്നത്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന ആ ഒരു കാര്യം, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആ ഒരു കാര്യം യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പോസിറ്റീവ് എനർജിയാണ്. യൂണിവേഴ്സ് പറയുന്നത് ഡയറക്റ്റ് ഫോക്കസ് എന്നാണ്. നിങ്ങളുടെ തീരുമാനത്തിനാണ് ഇവിടെ വില, നിങ്ങളുടെ ഡിസിഷനാണ് ഇവിടെ വാല്യൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും അത് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ പോകുന്നു. ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് തന്നെയാണ്. നിങ്ങൾ ആ ഒരു ഗോൾ നേടുമെന്ന് ആദ്യത്തെ കാർഡ് പറയാണ്. സെക്കൻഡ് കാർഡ് നോക്കാം. പേജ് ഓഫ് സോർട്സ് കാർഡാണ് സെക്കൻഡ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജി തന്നെയാണ്. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ എനർജി ഇവിടെ കാണിക്കുന്നു. ക്യൂരിയോസിറ്റി ഉള്ള ഒരു പേഴ്സന്റെ എനർജി ഇവിടെ കാണിക്കുന്നു.
നിങ്ങൾ അറിവ് നേടാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ ഭദ്രമാക്കാനായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നത് ഒരു സ്റ്റുഡൻറ്റിനെ പോലെ അറിവ് നേടാനായിട്ട് ആഗ്രഹിക്കുന്ന, ആ അറിവിലൂടെ നല്ല രീതിയിൽ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എനർജിയാണ്. ലേണിംഗ് ന്യൂ തിങ്സ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് യൂണിവേഴ്സ് ന്യൂ ഐഡിയ നിങ്ങളിലേക്ക് തരുന്നുണ്ട്. ഇത്രയും നാള് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായില്ല. ഇന്ന് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി തരുമ്പോൾ ഒരുപാട് ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് നിങ്ങൾ വിപുലീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മനസ്സിലൂടെ പ്ലാൻ ചെയ്യുന്നൊരു കാര്യം, ബിസിനസ് ആവാം, പൂർത്തിയാക്കാത്ത എഡ്യൂക്കേഷൻ ആവാം, ന്യൂ കരിയർ ആവാം, ഇതെല്ലാം നിങ്ങളുടെ ഫ്യൂച്ചർ ഭദ്രമാക്കാനായിട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ആ ഒരു എഫേർട്ടിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളിലെ ഉറച്ച നിലപാടിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങളിലേക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് എനർജി നൽകിക്കൊണ്ട് നിങ്ങളുടെ പ്ലാനിങ്, നിങ്ങളുടെ പദ്ധതി, അതിൻ്റെ പുരോഗതിയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം. ത്രീ ഓഫ് പെൻഡക്കിൾ ആണ് കിട്ടിയിട്ടുള്ള കാർഡ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ കൂടുതൽ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാർഡ് പറയുന്നത് കമ്മ്യൂണിറ്റിയാണ്, പുതിയ ബന്ധങ്ങൾ, പുതിയ സൗഹൃദങ്ങളാണ് ആദ്യം തന്നെ കാർഡ്സ് പറയുന്നത്. ഷെയറിങ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്നു. അതായത് നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്, ഏതൊരു കാര്യമായിക്കോട്ടെ. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് അറിവുകൾ നേടുന്നുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ എടുത്തു പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് അടുത്ത ദിവസത്തിൽ വിത്തിൻ 1 വീക്ക് ഒരു ട്രാവലിങ്ങിനെയും കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ടീം വർക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം 1 or 2 പേരടങ്ങുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ മേലേക്ക് കുറച്ച് പേരടങ്ങുന്ന ഒരു ടീം വർക്കായിട്ട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏതൊരു ദൗത്യമാണെങ്കിലും, ഏതൊരു ബിസിനസ് ഐഡിയ ആണെങ്കിലും യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് സക്സസ് എന്നാണ്. ഇവിടെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് തന്നെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നൽകുന്ന പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. പെന്റക്കിൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്തിനെയാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ ഭദ്രമാക്കാനാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരുമെന്ന് യൂണിവേഴ്സോട് പറയുന്നു. അപ്പോൾ ഓരോ വ്യക്തികളോട് ഇടപഴകുമ്പോൾ നല്ലതിനെ സ്വീകരിക്കുക, ചീത്തയായതിനെ കണ്ടറിഞ്ഞ് ഒരു കയ്യകല നിർത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് കാർഡ് എന്താന്ന് നോക്കാം. എന്താണ് കാർഡ്സ് കിട്ടാത്തെ? ടെമ്പറൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. നോക്കാം. എനർജി ബ്ലെൻഡിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ ഹാർമണിയാണ് കാണിക്കുന്നത്, നിങ്ങളിലെ മാറ്റത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ബാലൻസിനെ കാണിക്കുന്നു, ഇക്വാലിറ്റിയെ കാണിക്കുന്നു. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. ചില സന്ദർഭങ്ങളിൽ
നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് കിട്ടില്ല. അതായത് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നെഗറ്റീവായിട്ട് നമുക്കെതിരെ പ്രവർത്തിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. ആ ഒരു ലൈഫിൽ മാക്സിമം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ ഫലം എന്ന് പറയുന്നത് യൂണിവേഴ്സ് കറക്റ്റായിട്ടുള്ള സമയത്ത് നമ്മളിലേക്ക് തരും. ഇവിടെ ക്ഷമയാണ് ആവശ്യമെന്ന് യൂണിവേഴ്സ് പറയുന്നു. ക്ഷമ ഉണ്ടെങ്കിൽ ഏതൊരു കാര്യവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ധൃതി പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യരുത്. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ക്ഷമയോടുകൂടിയും ശ്രദ്ധിച്ചും കൊണ്ട് വേണം ചെയ്യാനെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങളുടെ പേർപ്പസിനെയാണ് കാണിച്ചു തരുന്നത്, നിങ്ങളുടെ ഉദ്ദേശത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ എവിടെ എത്തിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ മിഡിൽ പാത്തിലാണ്, മധ്യപാതയിലാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, മറ്റുള്ളവരുടെ മുന്നിൽ ഇനി ഞാൻ തലകുമ്പിട്ട് നിൽക്കാൻ പാടില്ല, എൻ്റെ യൂണിവേഴ്സ് എന്നെ സഹായിക്കുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ സ്പിരിച്വലായിട്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് തരുന്നുണ്ട്. നിങ്ങൾ നല്ല സയൻസ് കാണുന്നുണ്ടാവാം, ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് യൂണിവേഴ്സ് മറുപടി നൽകുന്നുണ്ടാവാം ഏതെങ്കിലും സൈനിലൂടെ. ഇവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മാറ്റത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങളുടെ പ്രോഗ്രസ്സിലേക്കുള്ള മാറ്റമാണ് കേട്ടോ. നെക്സ്റ്റ് കാർഡ് എന്താന്ന് നോക്കാം. ഫോർ ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കേട്ടോ. മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെ അവർക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾ പുരോഗതിയുടെ വക്കിലേക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കി കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് മാറ്റം സംഭവിക്കുകയാണ്. ഇവിടെ നിങ്ങളും അവരും സെപ്പറേഷനിലാണെന്ന് തന്നെയാണ് പറയുന്നത്. നോ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്, നോ കോണ്ടാക്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അവരിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്ന് അവരാണ് നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ ചെയ്ത തെറ്റെന്തെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇവിടെ ഈ കാർഡ് നോക്കൂ, അവർക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങളുണ്ട്. 4 കപ്സ് എന്ന് പറയുമ്പോൾ അതിൽ 3 കപ്പ് എന്ന് പറയുന്നത് അവരുടേതായ കാര്യങ്ങളാണ്. അവിടെ അവരുടെ ഫാമിലി, കരിയർ ഒക്കെ തന്നെ ഉണ്ട്. എങ്കിൽ കൂടിയും നിങ്ങളെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്, നിങ്ങളിലേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഒരുപാട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. വളരെയേറെ വിഷമിച്ചിരിക്കുന്ന, ഹേർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ എനർജി ഇവിടെ കാണിക്കുകയാണ്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു, ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നീ കാർഡ് പറയുന്നു. ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ അവരൊരു റിച്ച് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള നല്ലൊരു ജീവിതം അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ടിയാണ് കിട്ടിയിട്ടുള്ളത്, ഡെവിൾ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളും അവർ സെപ്പറേഷനിലാവാൻ കാരണം ഡെവിൾ എനർജി തന്നെയാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണെന്ന് കാർഡ്സ് പറയുന്നു. ഇവിടെ ഒരു റിയലൈസേഷൻ ആണ് കാണുന്നത്, തിരിച്ചറിവ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കൂടിയും അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ തേർഡ് പാർട്ടി തന്നെയാണ് നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലാവാനായിട്ട് കാരണമെന്ന് കാർഡ്സ് പറയുന്നു, യൂണിവേഴ്സ് പറയുന്നു. നെക്സ്റ്റ് കാർഡ് എന്താന്ന് നോക്കാം. ദ ഹൈ പ്രീസ്റ്റസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് പറയുന്നത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിൽ തിരിച്ചറിവ് നൽകിയെന്നാണ്. അവരിലെ സ്വപ്നങ്ങളെ യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നു, അവരിലെ പവർഫുൾ വിഷനെ കാണിച്ചു തരുന്നു. ഇവിടെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട്. അവരുടെ മനസ്സിനെ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ
നിങ്ങളുടെ പേഴ്സണ് അവിടെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സായിട്ട് തന്നെ അവരുടെ മനസ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ അവർ പോകുന്നു എന്ന് കാർഡ് പറയുന്നു. ഇവിടെ അവർ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അവർക്ക് തന്നെ യൂണിവേഴ്സ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായി പോവില്ല എന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയാണ്. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണോ എന്ന് തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് വരെ തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് അവർ തിരിച്ചറിയുന്നത് നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹത്തെയാണ്. നിങ്ങൾ അവരെ ഒരു തരത്തിലും ഉപദ്രവിക്കുന്നൊന്നില്ല, ദ്രോഹിക്കുന്നില്ല. അവരുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നു. ആ ഒരു സ്നേഹം തിരിച്ചറിയപ്പെടുമ്പോഴാണ് അവർക്ക് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്നത്. ഇവിടെ അവർ ചോദിച്ചിട്ടുള്ള ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഹൈ പ്രീഷ്യസ് കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം. നയൻ ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ള കാർഡ്. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരുന്നു, നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഒരു ഗിഫ്റ്റ് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല ആ ഒരു കാര്യം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരാണ്. ഇവിടെ നിങ്ങളിലെ 9 ആഗ്രഹങ്ങളെ, നിങ്ങളുടെ ഇമോഷൻസിനെയാണ് കാണിച്ചു തരുന്നത്. വലുതും ചെറുതുമായിട്ടുള്ള ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്. അർഹമായ സമയത്ത് നിങ്ങളിലേക്ക് അത് യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റായിട്ട് തരാൻ പോവാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് റീഡിംഗ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഒരു കാർഡും കൂടി എടുത്തിട്ട് നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം. എന്താണ് ലാസ്റ്റ് കാർഡിൽ പറയുന്നത് നോക്കാം. ഹെർമിറ്റ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയാണ് ഹെർമിറ്റ് കാർഡ് പറയുന്നത്. നിങ്ങളിലെ ഇന്നർ റിഫ്ലക്ഷനെ ഈ കാർഡ് പറയുന്നു. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കിക്കാണാം. ഇവിടെ ബിസി ലൈഫിൽ നിന്നും, തിരക്ക് പിടിച്ചിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ താൽക്കാലികമായിട്ടൊന്ന് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വഴിയിലൂടെ പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എവിടെ നമുക്ക് സമാധാനം കിട്ടുന്നോ അവിടെ പോയിരിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സോൾ സെർച്ചിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. ഇന്നർ വിസ്ഡത്തെയാണ് ഈ കാർഡ് പറയുന്നത്. ഒരു സുരക്ഷിതത്വം നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ആത്മസംതൃപ്തി നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങള് യൂണിവേഴ്സ് അനുഗ്രഹം നൽകുന്നുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നു. ഇവിടെ നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് ഒരു എനർജി വരുന്നുണ്ട്. നിങ്ങളായിട്ട് തന്നെ ഒരു ഗൈഡിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു മെന്ററെ പോലെ നിങ്ങളുടെ കൂടെ ഒരാളുണ്ട്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് നിങ്ങളിലേക്ക് സംഭവിക്കുമ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ ഗൈഡ്, നിങ്ങളാണ് നിങ്ങളുടെ മെന്റർ. ഇവിടെ ബ്രൈറ്റസ്റ്റ് ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് പ്രകാശം വരുന്നു. നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ ഈ നിമിഷം തിരിച്ചറിയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആരുടെ മുന്നിലും തോറ്റുപോകാനായിട്ട് യൂണിവേഴ്സ് അനുവദിക്കില്ല. നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ്സിൽ എത്തിക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും. അപ്പം എന്താണ്, ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.